വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി NIOS SSLCയിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ അധ്യായമായിട്ടുള്ള കൊളോണിയൽ ഇന്ത്യയുടെ മത സാമൂഹിക ഉണർവ് എന്നുള്ള അധ്യായമാണ് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കൊളോണിയൽ ഇന്ത്യയുടെ മത സാമൂഹിക ഉണർവ് എന്നുള്ള അധ്യായത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭകാലത്തെ സമൂഹത്തെക്കുറിച്ചാണ്. 19ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭകാലത്തെ സമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും സാമൂഹിക പുരോഗതിക്ക് തടസ്സം നിന്ന കാരണങ്ങളെയാണ് നമ്മൾ പറയുന്നത്. സാമൂഹിക പുരോഗതിക്ക് തടസ്സം നിന്നിരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് വിദ്യാഭ്യാസത്തിന്റെ കുറവായിരുന്നു. എന്താണ് വിദ്യാഭ്യാസത്തിന്റെ കുറവെന്ന് പറഞ്ഞാൽ, അധിക പേരും നിരക്ഷരരായിരുന്നു. എഴുതുവാനോ വായിക്കുവാനോ അറിയാത്ത ഒരു സമൂഹമായിരുന്നു 19ാം നൂറ്റാണ്ടിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയായിരുന്നു. എന്താണ്? സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും വിദ്യാഭ്യാസം എന്ന് മാത്രമല്ല നേതൃനിരയിൽ വരെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് സാമൂഹിക പുരോഗതിക്ക് വളരെയധികം തടസ്സം നിന്നിരുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന് വിദ്യാഭ്യാസത്തിന്റെ പോരായ്മയും, രണ്ട് സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയുമായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും ഇതിൽ പറയാനുള്ളത് മാറ്റത്തിനുള്ള അഭിലാഷമാണ്. മാറ്റത്തിനുള്ള അഭിലാഷത്തെക്കുറിച്ചും അത് സാമൂഹിക രംഗങ്ങളിലെ ഉണർവിനെ കുറിച്ചുമാണ് ഇനി പറയാനുള്ളത്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാനുണ്ട്, സമൂഹത്തിന്റെ പുരോഗതിയും വികസനത്തിന് തടസ്സം നിന്ന ഒരു പ്രധാന കാരണമാണ്. സമൂഹത്തിന്റെ പുരോഗതിയും വികസനത്തെയും തടസ്സം ആയിരുന്നത് ജനങ്ങളുടെ ഇടയിലുള്ള അജ്ഞതയും പിന്നോക്കാവസ്ഥയും ആയിരുന്നുവെന്ന് രാജാറാം മോഹൻ റോയ്, അതുപോലെ തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിബ ഫുലെ എന്നിവർ വാദിച്ചു. അല്ലെ, ഇവരൊക്കെ സാമൂഹിക പുരോഗതി ആഗ്രഹിച്ച ആളുകളായിരുന്നു. ഇവരെല്ലാം വാദിച്ചു എന്ത്? ജനങ്ങൾക്കിടയിലുള്ള അജ്ഞതയാണ് സാമൂഹിക പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതെന്ന് ഇവർ വാദിച്ചു. ഇവരൊക്കെ വിദേശത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ അവിടെയൊക്കെ പോയി വിദ്യാഭ്യസിക്കുകയും അവിടുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇന്ത്യയിലെ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇവർ ഇങ്ങനെയുള്ള സാമൂഹിക പുരോഗതിക്ക് വേണ്ടി മുൻപന്തിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് ഇന്ത്യയിൽ നടപ്പിലാക്കുവാൻ ശ്രമിച്ച മഹത് വ്യക്തിത്വങ്ങളാണ്. ഇവരെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. സാമൂഹിക പുരോഗതിക്ക് തടസ്സം നിന്ന മറ്റൊരു കാരണമാണ് ജാതി വ്യവസ്ഥ. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഓരോ മത വിശ്വാസങ്ങളിലും ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയാണ് അടുത്തൊരു കാരണം എന്ന് പറയുന്നത്. ഓരോ മതത്തിലുള്ള അനാചാരങ്ങളും എല്ലാം സാമൂഹിക പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന കാരണങ്ങളായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സർ സയ്യിദ് അഹമ്മദ് ഖാനും ജ്യോതിബ ഫുലെയും സ്വാമി ദയാനന്ദ സരസ്വതിയും പോലെയുള്ള മഹത്തുക്കൾ, ഇവരൊക്കെ സാമൂഹിക പരിഷ്കർത്താക്കളാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു ജാതി വ്യവസ്ഥയെ കുറിച്ചാണ്. ഓരോ മതങ്ങളിലും പ്രധാനമായിട്ടും ഹൈന്ദവ മതസ്ഥരില് അല്ലെ, ഹിന്ദു മതസ്ഥരില് പണ്ട് മുതലേ ഇന്ത്യയിൽ ജാതി സമ്പ്രദായം ഉണ്ടായിരുന്നു. നിലനിന്നിരുന്നു എന്നുള്ളതാണ്. തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് ജാതി സമ്പ്രദായം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, ശൂദ്രൻ, വൈശ്യൻ എന്നീ 4 വിഭാഗങ്ങളിലായിരുന്നു ജാതി വ്യവസ്ഥ അടിസ്ഥാനമാക്കിയിരുന്നത്. പ്രധാനമായിട്ടും ഹിന്ദു സമൂഹം വിഭജിക്കപ്പെട്ടിരുന്നു ഈ 4 രൂപത്തിലാണ്. ഒന്ന് പറയാം, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, ശൂദ്രൻ, വൈശ്യൻ എന്നീ 4 രൂപത്തിലായിരുന്നു ഹിന്ദു സമൂഹത്തെ വിഭജിച്ചിരുന്നത്. അത് ഭരണത്തെയും തൊഴിലിനെയും അടിസ്ഥാനമാക്കിയാണ് ഹിന്ദു സമൂഹം വിഭജിക്കപ്പെട്ടിരുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് പ്രാർത്ഥന, ദൈവാരാധന തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു ബ്രാഹ്മണർ. തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് കൃഷി, കച്ചവടം എന്നിവയിൽ ഏർപ്പെട്ടിരുന്നവർ വൈശ്യരും, യുദ്ധം ചെയ്യുന്ന വിഭാഗം ക്ഷത്രിയരുമായിരുന്നു. എന്നാൽ ഈ 3 വിഭാഗത്തിന്റെയും സേവകരായിട്ടുള്ളത് ശൂദ്രരായിരുന്നു.
ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു 6ാമത്തെ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പ്രധാനമായിട്ട് 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയായിട്ടാണ്? പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഏത് സാമൂഹിക പുരോഗതിക്ക് എതിരായിട്ട്, അനാചാരങ്ങൾക്കെതിരായിട്ടാണ്? നമുക്കറിയാം, സതി, ജാതി വ്യവസ്ഥ, ശൈശവ വിവാഹം, വിധവകളുടെ കഷ്ടാവസ്ഥ എന്നിവയ്ക്കെതിരെയാണ് നമ്മൾ ഇവിടെ പറയുന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ കുറിച്ചു വെക്കുക. അതുപോലെ തന്നെ 2ാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജാതി സമ്പ്രദായം യുക്തിരഹിതവും അശാസ്ത്രീയവും ആണെന്ന് കരുതിയിരുന്നു. എന്തുകൊണ്ട്? ജാതി സമ്പ്രദായം യുക്തിരഹിതവും അശാസ്ത്രീയവുമാണെന്ന് കരുതിയിരുന്നു. എന്തുകൊണ്ട്? നമുക്കറിയാം, ജനങ്ങളെ പ്രധാനമായിട്ടും ഹിന്ദു സമൂഹത്തെ വിഭജിക്കപ്പെട്ടിരുന്നത് ക്ഷത്രിയർ, രുദ്രർ, അതുപോലെ തന്നെ ബ്രാഹ്മണർ, അങ്ങനെയുള്ള 4 വിഭാഗങ്ങളായിട്ടായിരുന്നു. ഇതിൽ പല വിഭാഗങ്ങളിലും പല അനാചാരങ്ങളും ആവശ്യമില്ലാത്ത ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജാതി സമ്പ്രദായം യുക്തിരഹിതമാണെന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെയുള്ള കുറെ ആൻസറുകൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. കൂടുതൽ അറിയാനും പഠിക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ടു ഓൾ.